ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ശ്യാമ. പ്രധാന വാർത്തകൾ. ഇന്ത്യൻ നിർമ്മിത ഇലക്ട്രിക് വാഹനങ്ങൾ ആഗോളതലത്തിൽ മുന്നേറുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 100 രാജ്യങ്ങളിലേക്ക് ഇന്ത്യ ഈ വാഹനങ്ങൾ കയറ്റുമതി ചെയ്യുമെന്നും പ്രധാനമന്ത്രി. ഇന്ത്യൻ കർഷകരുടെ താൽപര്യത്തിനാണ് കേന്ദ്ര സർക്കാർ പ്രഥമ പരിഗണന നൽകുന്നതെന്ന് കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. നാവികസേനയുടെ ഉദയഗിരി, ഹിമഗിരി യുദ്ധക്കപ്പലുകളുടെ കമ്മീഷനിംഗ് ഇന്ന് വിശാഖപട്ടണത്ത് നടക്കും. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് അധ്യക്ഷത വഹിക്കും. പൊന്നോണത്തിന്റെ വരവറിയിച്ച് ഇന്ന് അത്തം. വിസ്മയ കാഴ്ചകളൊരുക്കി തൃപ്പൂണിത്തുറയിൽ അത്തച്ചമയ ഘോഷയാത്രയ്ക്ക് തുടക്കമായി. ജമ്മു മേഖലയിൽ കനത്ത മഴ തുടരുന്നു. പ്രളയഭീഷണിയിൽ പഞ്ചാബും ബീഹാറും ഹിമാചൽ പ്രദേശും. കോമൺവെൽത്ത് ഭാരോദ്വഹന ചാമ്പ്യൻഷിപ്പിൽ സ്വർണ്ണ മെഡൽ നേടി ഇന്ത്യയുടെ മീരാഭായ് ചാനു. ഇന്ത്യയിൽ നിന്നുള്ള ഇറക്കുമതിക്ക് US ഏർപ്പെടുത്തിയ 25% അധിക തീരുവ നാളെ മുതൽ പ്രാബല്യത്തിൽ. വാർത്തകൾ വിശദമായി. ഇന്ത്യൻ നിർമ്മിത ഇലക്ട്രിക് വാഹനങ്ങൾ ആഗോളതലത്തിലേക്ക് മുന്നേറുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അഹമ്മദാബാദിലെ ഹൻസൽപൂരിൽ ഹൈബ്രിഡ് ബാറ്ററി ഇലക്ട്രോഡുകളുടെ പ്രാദേശിക ഉൽപാദനത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. 100 രാജ്യങ്ങളിലേക്ക് ഇന്ത്യൻ നിർമ്മിത ഈ വാഹനങ്ങൾ കയറ്റുമതി ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു. आज भारत की मेक इन इंडिया इस यात्रा में एक नया अध्याय जुड़ रहा है. ये मेक इन इंडिया, मेक फॉर द वर्ल्ड हमारे उस लक्ष्य की तरफ एक बड़ी छलांग है. आज से भारत में बने इलेक्ट्रिक व्हीकल्स 100 देशों को एक्सपोर्ट किए जाएंगे. മാരുതി സുസുക്കിയുടെ ആദ്യ ഇലക്ട്രിക് വാഹനത്തിന്റെ ഫ്ളാഗ് ഓഫും പ്രധാനമന്ത്രി ഹൻസൽപൂർ പ്ലാന്റിൽ നിർവഹിച്ചു. അമേരിക്കയിൽ നിന്നുള്ള കാർഷിക ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതിക്ക് കേന്ദ്ര സർക്കാർ അനുമതി നിഷേധിച്ചതായി കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. ഇന്ത്യൻ കർഷകരുടെ താൽപര്യത്തിനാണ് മറ്റെന്തിനേക്കാളും മുൻഗണന നൽകുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഭോപ്പാൽ ഐസറിന്റെ ബിരുദദാന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സ്വന്തം ജനതയുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ രാജ്യത്തിന് പൂർണ്ണ ആത്മവിശ്വാസമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. भारत ने तय किया राष्ट्रहित सर्वोपरि, कोई भी समझौता देश के हितों के खिलाफ नहीं होगा. हम अपने किसान के हितों से कोई समझौता नहीं करेंगे. हम अपने मछुआरे हो, पशुपालक हो, उनके हितों से कोई समझौता नहीं करेंगे. सोचा था कि हम डर जाएंगे, आज का भारत है आत्मविश्वास के साथ भर के खड़ा हुआ है. ഇന്ത്യൻ നാവികസേനയുടെ ഉദയഗിരി, ഹിമഗിരി യുദ്ധക്കപ്പലുകളുടെ കമ്മീഷനിംഗ് ഇന്ന് വിശാഖപട്ടണത്ത് നടക്കും. ചടങ്ങിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് അധ്യക്ഷത വഹിക്കും. സെൻസർ സംവിധാനങ്ങൾ, രൂപകൽപ്പന, ആയുധങ്ങൾ വഹിക്കാനുള്ള ശേഷി തുടങ്ങിയവയിൽ ഇരു കപ്പലുകളും മികവ് പുലർത്തിയതായി പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. ഉദയഗിരി മുംബൈയിലെ കപ്പൽ നിർമ്മാണശാലയിലും ഹിമഗിരി കൊൽക്കത്തയിലുമാണ് നിർമ്മിച്ചത്. കേന്ദ്ര സർക്കാർ പുതുതായി അവതരിപ്പിച്ച ഏകീകൃത പെൻഷൻ പദ്ധതി UPS തിരഞ്ഞെടുക്കുന്നവർക്ക് ദേശീയ പെൻഷൻ പദ്ധതി NPSലേക്ക് ഒറ്റത്തവണ മാറാൻ സംവിധാനമൊരുക്കി കേന്ദ്ര ധനമന്ത്രാലയം. വിരമിക്കലിന് 1 വർഷം മുമ്പ് വരെയും സ്വമേധയാ വിരമിക്കുന്നതിന് 3 മാസം മുൻപ് വരെയും മാത്രമാണ് UPS വരിക്കാർക്ക് ഈ സൌകര്യം ലഭിക്കുക. പിരിച്ചുവിടലോ അച്ചടക്ക നടപടിയോ നേരിടുന്ന ജീവനക്കാർക്ക് ഇതിന് അർഹതയില്ല. ജൂലൈ 20 വരെയുള്ള കണക്കുകൾ പ്രകാരം 31,555 കേന്ദ്ര ജീവനക്കാരാണ് ഏകീകൃത പെൻഷൻ പദ്ധതി തിരഞ്ഞെടുത്തിട്ടുള്ളത്. സെപ്റ്റംബർ 30 പദ്ധതിയിൽ ചേരാനുള്ള അവസാന തീയതി. സർദാർ വല്ലഭായ് പട്ടേലിന്റെയും ഗോത്ര നേതാവ് ബിർസ മുണ്ടയുടെയും 150ാം ജന്മവാർഷികവും അടൽ ബിഹാരി വാജ്പേയിയുടെ ജന്മശതാബ്ദിയും ആഘോഷിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ 3 ഉന്നതതല സമിതികൾ രൂപീകരിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സമിതികൾ രാജ്യത്തുടനീളം അനുസ്മരണ പരിപാടികൾ സംഘടിപ്പിക്കുന്നതിന് നേതൃത്വം നൽകും. ബീഹാർ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിലൂടെ തയ്യാറാക്കിയ കരട് പട്ടികയിൽ തിരുത്തൽ വരുത്താൻ 7 ദിവസം മാത്രം ശേഷിക്കെ 99.11% വോട്ടർമാരും രേഖകൾ സമർപ്പിച്ചതായി കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. ബൂത്ത് ലെവൽ ഓഫീസർമാരുടെ സഹായത്തോടെ സമയപരിധിക്കുള്ളിൽ രേഖകൾ പൂർണ്ണമായും സ്വീകരിക്കാൻ സാധിക്കുമെന്നും കമ്മീഷൻ വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. പൊന്നോണത്തിന്റെ വരവറിയിച്ച് ഇന്ന് അത്തം. തൃപ്പൂണിത്തുറയിൽ അത്തച്ചമയ ആഘോഷങ്ങൾക്ക് തുടക്കമായി. വൻ ജനാവലിയെ സാക്ഷിയാക്കി മന്ത്രി P. രാജീവ് അത്തപതാക ഉയർത്തി. മലയാളികളുടെ ജനകീയ ആഘോഷമാണ് ഓണമെന്ന് ചടങ്ങുകൾ ഉദ്ഘാടനം ചെയ്ത മന്ത്രി M. B. രാജേഷ് പറഞ്ഞു.
നടൻ ജയറാം ഘോഷയാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തു. ഘോഷയാത്ര കണക്കിലെടുത്ത് തൃപ്പൂണിത്തുറയിൽ രാവിലെ 8 മണി മുതൽ വൈകിട്ട് 3 മണി വരെ ഗതാഗത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പൊന്നോണത്തെ വരവേൽക്കാനുള്ള തയ്യാറെടുപ്പിലാണ് തലസ്ഥാന നഗരി. സംസ്ഥാനതല ഓണാഘോഷ പരിപാടികൾ സെപ്റ്റംബർ 3 മുതൽ 9 വരെ തിരുവനന്തപുരത്ത് നടക്കും. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്. ജില്ലാതലത്തിൽ DTPCയുടെ നേതൃത്വത്തിലാണ് ഈ വർഷത്തെ ഓണാഘോഷ പരിപാടികൾ നടത്തുന്നത്. തിരുവനന്തപുരം കവടിയാർ മുതൽ മണക്കാട് വരെയുള്ള പ്രദേശം ഉത്സവ മേഖലയായി പ്രഖ്യാപിക്കും. ഹരിതചട്ടം പാലിച്ചുകൊണ്ട് ഹരിത ഓണം എന്ന നിലയിലാവും പരിപാടികൾ നടത്തുക. ഓണത്തിനാവശ്യമായ എല്ലാ വിഭവങ്ങളും അടങ്ങുന്ന കിറ്റ് നേരിട്ടും ഓൺലൈനായും ലഭ്യമാക്കാനും സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. സപ്ലൈകോ ഓണച്ചന്തകൾ ജില്ലാ താലൂക്ക് മണ്ഡലം കേന്ദ്രങ്ങളിലും തുടങ്ങും. ഹോർട്ടികോർപ്പിന്റെ പച്ചക്കറി ചന്തകളും കൃഷിവകുപ്പിന്റെ മറ്റ് സംവിധാനങ്ങളും സജീവമാക്കി കൂടുതൽ ഇനങ്ങൾ ചന്തയിലെത്തിക്കും. സംസ്ഥാന സർക്കാരിന്റെ സൗജന്യ ഓണക്കിറ്റ് വിതരണത്തിന്റെ ഉദ്ഘാടനം മന്ത്രി GR അനിൽ ഇന്ന് തിരുവനന്തപുരത്ത് നിർവഹിക്കും. AAY റേഷൻ കാർഡ് ഉടമകൾക്കും ക്ഷേമസ്ഥാപനങ്ങളിലെ അന്തേവാസികൾക്കുമാണ് കിറ്റ് നൽകുന്നത്. പഞ്ചസാര, വെളിച്ചെണ്ണ, ഉപ്പ് ഉൾപ്പെടെ 14 ഇനം അവശ്യവസ്തുക്കൾ അടങ്ങിയതാണ് ഓണക്കിറ്റ്. ജമ്മു മേഖലയിൽ ഇന്നലെ രാത്രി മുതൽ കനത്ത മഴ തുടരുകയാണ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് തുടർച്ചയായ 2ാം ദിവസവും അവധി നൽകി. ജമ്മു കാശ്മീരിലും ലഡാക്കിലും നടക്കാനിരിക്കുന്ന 10-12 ക്ലാസ് പരീക്ഷകളും മാറ്റിവെച്ചു. പർവ്വത മേഖലയിൽ മണ്ണിടിച്ചിലിനും മേഘവിസ്ഫോടനത്തിനും സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നാണ് നിർദ്ദേശം. ജമ്മു, റിയാസി, ഉധംപൂർ, സാംബ, കത്വ, രജൌരി മേഖലകളിൽ കനത്ത മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ മുന്നറിയിപ്പ്. കനത്ത മഴയെ തുടർന്ന് പഞ്ചാബിലെ ഫാസിൽക്ക, ഗുരുദാസ്പൂർ, ഹോഷിയാർപൂർ, കപൂർത്തല, ഫിറോസ്പൂർ ജില്ലകളിൽ വെള്ളപ്പൊക്കം രൂക്ഷം. രവി, ബിയാസ്, സത്ലജ് നദികൾ കരകവിഞ്ഞൊഴുകുകയാണ്. 20-ലധികം ഗ്രാമങ്ങളിൽ നിന്നും ജനങ്ങളെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റാൻ നടപടികൾ സ്വീകരിച്ചു. പ്രളയബാധിത ജില്ലകളിലെ സ്കൂളുകൾക്ക് ഇന്ന് അവധി നൽകിയിരിക്കുകയാണ്. ബീഹാറിലെ പറ്റ്ന, ഭഗൽപൂർ ഉൾപ്പെടെയുള്ള മേഖലകളിൽ ഗംഗാ നദിയിലെ ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നതിനെ തുടർന്ന് കേന്ദ്ര ജല കമ്മീഷൻ ഓറഞ്ച് ജാഗ്രത പുറപ്പെടുവിച്ചു. വെള്ളപ്പൊക്ക സാധ്യത നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശവും നൽകി. കനത്ത മഴയിൽ ഹിമാചൽ പ്രദേശിൽ ജനജീവിതം ദുരിതത്തിൽ. കരകവിഞ്ഞൊഴുകിയതിനെ തുടർന്ന് സമതല മേഖലകളിൽ പ്രളയ സമാന സാഹചര്യമാണുള്ളത്. കാംഗ്ര, ചമ്പ ജില്ലകളിൽ ഇന്നും അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ട്. ഈ മാസം 31 വരെ മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ വിഭാഗത്തിന്റെ മുന്നറിയിപ്പ്. അഹമ്മദാബാദിൽ നടന്ന കോമൺവെൽത്ത് ഭാരോദ്വഹന ചാമ്പ്യൻഷിപ്പിൽ സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കി ഇന്ത്യയുടെ മീരാഭായ് ചാനു. ഇതോടെ 2026 ഗ്ലാസ്ഗോ കോമൺവെൽത്ത് ചാമ്പ്യൻഷിപ്പിലേക്ക് ചാനു യോഗ്യത ഉറപ്പാക്കി. സ്വിറ്റ്സർലൻഡിലെ സൂറിച്ചിൽ നടക്കുന്ന ഡയമണ്ട് ലീഗ് ഫൈനലിൽ ഒളിമ്പിക് മെഡൽ ജേതാവായ ഇന്ത്യൻ ജാവലിൻ ത്രോ താരം നീരജ് ചോപ്ര പങ്കെടുക്കും. വ്യാഴാഴ്ചയാണ് മത്സരം. ഇന്ത്യയിൽ നിന്നുള്ള ഇറക്കുമതിക്ക് 25% അധിക തീരുവ ചുമത്താനുള്ള അമേരിക്കയുടെ തീരുമാനം നാളെ മുതൽ പ്രാബല്യത്തിൽ. ഇത് സംബന്ധിച്ച് US കസ്റ്റംസ് ആൻഡ് ബോർഡർ പ്രൊട്ടക്ഷൻ വിജ്ഞാപനം പുറപ്പെടുവിച്ചു. ഓഗസ്റ്റ് 6-നാണ് ഇത് സംബന്ധിച്ച് എക്സിക്യൂട്ടീവ് ഉത്തരവിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒപ്പുവെച്ചത്. ഇതോടെ ഇന്ത്യയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങളുടെ തീരുവ 50% തുടരും. നടപടി അന്യായവും നീതീകരിക്കാനാവാത്തതും യുക്തിരഹിതവുമാണെന്നാണ് ഇന്ത്യ വ്യക്തമാക്കി. യുക്രൈൻ സ്വാതന്ത്ര്യദിനത്തിൽ ആശംസകൾ നേർന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നന്ദി അറിയിച്ച് പ്രസിഡന്റ് വൊളോഡിമിർ സെലൻസ്കി. യുക്രൈനിലെ സമാധാനത്തിനും ചർച്ചകൾക്കുമായി ഇന്ത്യ നടത്തിവരുന്ന ഇടപെടലുകൾ സെലൻസ്കി അഭിനന്ദിച്ചു. യുദ്ധം അവസാനിപ്പിക്കാൻ നടക്കുന്ന ആഗോള ഇടപെടലുകളിൽ ഇന്ത്യയുടെ പിന്തുണ പ്രതീക്ഷിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31-ന്. മൻ കി ബാത്തിന്റെ 125-ാം പതിപ്പാണിത്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും നരേന്ദ്രമോദി ആപ്പ്, മൈ GOV ഓപ്പൺ ഫോറം എന്നിവയിലൂടെയും ഈ മാസം 29 വരെ പങ്കുവയ്ക്കാം. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യൻ നിർമ്മിത ഇലക്ട്രിക് വാഹനങ്ങൾ ആഗോളതലത്തിൽ മുന്നേറുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 100 രാജ്യങ്ങളിലേക്ക് ഇന്ത്യ ഈ വാഹനങ്ങൾ കയറ്റുമതി ചെയ്യുമെന്നും പ്രധാനമന്ത്രി. ഇന്ത്യൻ കർഷകരുടെ താൽപര്യത്തിനാണ് കേന്ദ്ര സർക്കാർ പ്രഥമ പരിഗണന നൽകുന്നതെന്ന് കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. നാവികസേനയുടെ ഉദയഗിരി, ഹിമഗിരി യുദ്ധക്കപ്പലുകളുടെ കമ്മീഷനിംഗ് ഇന്ന് വിശാഖപട്ടണത്ത് നടക്കും. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് അധ്യക്ഷത വഹിക്കും. പൊന്നോണത്തിന്റെ വരവറിയിച്ച് ഇന്ന് അത്തം. വിസ്മയ കാഴ്ചകളൊരുക്കി തൃപ്പൂണിത്തുറയിൽ അത്തച്ചമയ ഘോഷയാത്ര. ജമ്മു മേഖലയിൽ കനത്ത മഴ തുടരുന്നു. പ്രളയ ഭീഷണിയിൽ പഞ്ചാബും ബീഹാറും ഹിമാചൽ പ്രദേശും. കോമൺവെൽത്ത് ഭാരോദ്വഹന ചാമ്പ്യൻഷിപ്പിൽ സ്വർണ്ണ മെഡൽ നേടി ഇന്ത്യയുടെ മീരാഭായ് ചാനു. ഇന്ത്യയിൽ നിന്നുള്ള ഇറക്കുമതിക്ക് US ഏർപ്പെടുത്തിയ 25% അധിക തീരുവ നാളെ മുതൽ പ്രാബല്യത്തിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30-ന്.